കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഗവൺമെന്റ് ത്രിതല പഞ്ചായത്തുകൾക്ക് വാരി കോരി നൽകുന്ന പണം നല്ല നിലയിൽ താഴെ തട്ടിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിൽ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള വൻ വികസന പ്രവർത്തനങ്ങൾ നിരവധിയായ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെയും നേതാക്കന്മാരുടെയും ഗവൺമെന്റിന്റെ നിരവധിയായ അവാർഡുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് മുന്നോട്ടുള്ള പ്രയാണത്തിന് കരുത്തുകയും ബിജു തുടങ്ങി വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. CPI-ന്റെ വലിയ ഏരിയ കമ്മിറ്റിയുടെ വിപ്ലവ അഭിവാദ്യം. പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുകയുണ്ടായി. കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്തായി എന്ന് ബ്ലോക്ക് പഞ്ചായത്തിൽ മാറാൻ വേണ്ടി കഴിഞ്ഞ നാളത്തെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാവരെയും കൂട്ടായ പ്രവർത്തനങ്ങളുടെ ജനങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് ഇതെല്ലാം സാധിച്ചത്. അതിന് പ്രിയപ്പെട്ട എന്റെ സഹോദര ബിജു, ഞാൻ ബിജുവും 2005 ഞാൻ പഞ്ചായത്തുമായിട്ടും ബിജുവും പഞ്ചായത്തുമായിരുന്നു. ബിജു പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നത്. അപ്പോൾ നല്ല അനുഭവ സമ്പന്നുള്ള ആളാണ് ബിജു. ഏറ്റവും ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും ഊർജ്ജസ്വലമായി കൊണ്ടുപോകാൻ വേണ്ടിയിരിക്കുന്നു ആശംസിക്കുന്നു. എന്റെ എല്ലാവിധ എന്റെയും എന്റെ പ്രസ്ഥാനത്തിന്റെയും എല്ലാവിധ പിന്തുണയും ഉണ്ടാകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനമനുസരിച്ച് ആണ് ഇപ്പോൾ പുതിയ പ്രസിഡന്റ് ഭരണം മാറുന്നില്ല. ഭരണം തുടർച്ചയാണ്. 4 വർഷമായി നടത്തിവരുന്ന ഭരണത്തിന്റെ തുടർച്ച എന്നുള്ളതിലേക്ക് ബാക്കി 1 വർഷക്കാലം സുഖമായി ഇതിനെ നയിക്കാൻ ബിജുവിന് കഴിയുമെന്നാണ്. കാരണം അതിനുള്ള വലിയ സമ്പത്ത് ഉണ്ടായി. ഞങ്ങളെല്ലാം ഉപരി ദീർഘകാലത്തെ പൊതുപ്രവർത്തനത്തിലൂടെ കിട്ടിയ അറിവില്ല. അത് പ്രയോജനപ്പെടുത്തി എല്ലാവരെയും ഒഴിപ്പിച്ചുകൂടി നല്ല പ്രവർത്തനവും രഞ്ജിത്ത് പറഞ്ഞതുപോലെ സംസ്ഥാനത്താകട്ടെ ശ്രദ്ധിക്കപ്പെടുന്ന പഞ്ചായത്താക്കി ഇവരുടെ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലം 4 വർഷക്കാലം കഴിഞ്ഞിട്ടുള്ളത് അഭിമാനകരമാണ്. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരെയും തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ബിജുവിനെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെയും മുസ്ലിം മംഗള കമ്മിറ്റിയുടെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ മംഗള കമ്മിറ്റിയുടെയും കണ്ണീർ കൊണ്ടുവന്നിട്ട് അഭിവാദ്യം നൽകിയിരുന്നു.
ഉണ്ട്.